2020 കൊറോണ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കിഡിലൻ റോഡ് മൂവി, ആക്ഷൻ ത്രില്ലർ മൂവി ആയ ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരിക്കൽ കൂടി മാക്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിഡിലൻ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. റസൽ ക്രോവിനെ നായകനാക്കി സംവിധായകൻ ഡെറിക് ബോർഡാനീസ് ഒരുക്കിയ അൺഹിഞ്ച്ഡാണ് ചിത്രം. ഈ ചിത്രം ഒരു റോഡ് ആക്ഷൻ ത്രില്ലർ ജേണറിൽപ്പെട്ട ഒരു ചിത്രമാണ്. ചിത്രം വളരെ ചെറിയൊരു ദൈർഘ്യമുള്ള 1.5 മണിക്കൂറാണെന്ന് തോന്നുന്നു. അത്ര വളരെ ഷോർട്ടായുള്ള ചിത്രമാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങി അവസാനിക്കും നമ്മളറിയില്ല, അത്രയും ഫാസ്റ്റായിട്ടാണ് ചിത്രം എടുത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന നമ്മുടെ നായകൻ റസൽ ക്രോ. നായകനൊന്നും പറയാൻ പറ്റില്ല. ചിത്രത്തിൽ അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ടോം കൂപ്പർ എന്ന കഥാപാത്രം തൻ്റെ വെഡ്ഡിങ് റിംഗ് ഊരി അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുടെ വീട്ടിൽ കയറി മുൻ ഭാര്യയെയും അവരുടെ ഭർത്താവിനെയും കൊന്ന് പിന്നെ ആ വീട് തീയിട്ട് തിരിച്ചിറങ്ങുന്നതായിട്ടാണ് ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം റേച്ചൽ ഫ്ലിൻ എന്നൊരു കഥാപാത്ര ലേഡി അവർ തൻ്റെ മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതായിട്ടാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വളരെ നല്ല ട്രാഫിക്കുണ്ട്, നല്ല തിരക്കുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവരെ ആ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ പോയി പെട്ടെന്നൊരു സിഗ്നൽ ജംഗ്ഷനിലെത്താണ്. അപ്പോൾ അവിടെ ഗ്രീൻ സിഗ്നലാണ്. പക്ഷേ ഗ്രീൻ സിഗ്നൽ കത്തിയിട്ട് ഒരു പിക്കപ്പ് വാൻ അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഇവർക്ക് നേരം വൈകി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ദേഷ്യത്തിൽ കുറേ നേരം ഹോൺ അടിക്കും. അപ്പോൾ ഈ കുറച്ച് നേരം ഹോൺ അടിച്ച് നമ്മുടെ വാനിലുള്ള ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ വാനിലുള്ളത് ആരാ? നമ്മുടെ സാക്ഷാൽ റസൽ ക്രോവിൻ്റെ കഥാപാത്രമാണ്, ടോം കൂപ്പർ. പിന്നീട് അന്നത്തെ ദിവസം നമ്മുടെ റസൽ ക്രോ ഈ വാനും കൊണ്ട് ഈ ലേഡിയുടെ പിന്നാലെ പോയി ഇവരെങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിച്ച് എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ ഇനി ജീവനോടെ ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രമാണ് അൺഹിഞ്ച്ഡ്. ഒന്ന് ഹോൺ അടിച്ചതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു ദുരിതം ആർക്കും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ രീതിയിലുള്ള അക്രമങ്ങളാണ് നമ്മുടെ റസൽ ക്രോവിൻ്റെ കഥാപാത്രം ഈ ചിത്രത്തിൽ കാണിച്ചു കൂട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ഗ്ലാഡിയേറ്റർ പോലുള്ള വളരെ മികച്ച ചിത്രങ്ങളൊക്കെ അഭിനയിച്ച് ഓസ്കാർ നേടിയിട്ടുള്ള നടനാണ് റസൽ ക്രോവ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ചിത്രം കാണാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ വളരെ ഗംഭീരമായൊരു സിനിമയാണ്. പടം തുടങ്ങി അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു ചിത്രം. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.